ദേശീയപാത 85 നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം ദേശീയപാത വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേ നടപടികൾ പൂർത്തിയായി. ജൂൺ 5-നായിരുന്നു സർവേ നടപടികൾക്ക് തുടക്കമിട്ടത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ ഭാഗമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത്. ദേശീയപാത 85 നിർമ്മാണ ജോലികൾ മുടങ്ങിക്കിടക്കുന്ന നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനം ദേശീയപാത വകുപ്പുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേ നടപടികൾ പൂർത്തിയായി. ജൂൺ 5-നായിരുന്നു സർവേ നടപടികൾക്ക് തുടക്കമിട്ടത്. ഇത് പ്രകാരം തർക്കം നിലനിൽക്കുന്ന 14.5 കിലോമീറ്റർ ദൂരത്തിൽ 20 മുതൽ 33 മീറ്റർ വരെ വീതിയുള്ളതായി കണ്ടെത്തി. 70% സർവേ കല്ലുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ജൂൺ 5 മുതൽ റോഡ് അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ ആരംഭിച്ചത്. വനം വകുപ്പ് ജീവനക്കാരുടെ സഹകരണത്തോടെ 2 ആഴ്ച നീണ്ടുനിന്ന സർവേ ജോലികൾ പൂർത്തിയായി. 1977 റീസർവേ സ്കെച്ച് പ്രകാരമാണ് ബ്ലോക്ക് നമ്പർ 4-ൽ 51 മുതൽ 87 വരെയുള്ള സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട ഭാഗത്തെ സർവേ ജോലികൾ പൂർത്തിയാക്കിയത്. റിപ്പോർട്ട് 2 ദിവസത്തിനകം കളക്ടർക്ക് കൈമാറും. കൊച്ചി-മൂന്നാർ പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് 2 വർഷം മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും ഇവിടം വനം വകുപ്പിന്റെ തടസ്സവാദങ്ങളെ തുടർന്ന് ജോലികൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോടതി ഇടപെട്ട് 10 മുതൽ 13 മീറ്റർ വരെ വീതിയിൽ നിർമ്മാണ ജോലികൾക്ക് അനുമതി നൽകിയെങ്കിലും സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി കാരണം 1 വർഷം മുമ്പ് ജോലികൾ തടസ്സപ്പെട്ടു. പാതയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിക്കാൻ ഡീൻ കുര്യാക്കോസ് MP, F. രാജ MLA, NH സംരക്ഷണ സമിതി ഭാരവാഹികൾ എന്നിവരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു. സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ SS ബിനു, ജില്ലാ സർവേ സൂപ്രണ്ട് S. ജ്യോതി, ജില്ലാ ഹെഡ് സർവേയർ ബിനു ആനന്ദൻ, ദേവികുളം താലൂക്ക് ഹെഡ് സർവേയർ G. ജയപ്രസാദ്, സർവേയർമാരായ MP അനീഷ്, M. രാജു, KB അനസ്, T. ഷൈൻ, PO ജോയ്, ജോയൽ ജോളി എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ പൂർത്തീകരിച്ചത്. സിറ്റി വിഷൻ, അടിമാലി.